ഹായ് എവ്രിവൺ, ഞാൻ അനുപ്രിയ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. MBBS കാലയളവിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് ഫൈനൽ ഇയറിലാണ് പഠിക്കാനുള്ളത്. ടോട്ടൽ ഒരു 10ഓളം സബ്ജക്ട്സ് ഉണ്ട് ഫൈനൽ ഇയറിൽ. അതുകൊണ്ട് തന്നെ കുറേ സ്റ്റഡി പ്രഷറിൻ്റെയും ബിസി പോസ്റ്റിങ്സിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്യാൻ വേണ്ടി ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ് ഈ വീഡിയോ. എനിക്ക് ഏർലി മോർണിംഗ് അവേഴ്സിലാണ് പഠിക്കാൻ കൂടുതൽ ഇഷ്ടം. എക്സാം ടൈമിലൊക്കെ 2 മണി 3 മണി ആ ഒരു സമയത്ത് എണീക്കും. അല്ലാത്ത ഡേയ്സ് ആണെങ്കിൽ 5 മണിക്ക് എണീക്കും. കറൻലി എനിക്കിപ്പോൾ സർജറിയാണ് പോസ്റ്റിങ്. അപ്പോൾ സർജറി വാർഡിലും അതുപോലെ തന്നെ നമ്മുടെ OP-ലൊക്കെ ആയിട്ട് കുറേ തൈറോയ്ഡ് കേസുകൾ കാണാറുണ്ട്. സോ അത് നമുക്ക് എക്സാമിന് വെക്കുന്നതാണ്. നമ്മൾ കേസ് എടുക്കണം, എക്സാമിനേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ പരിശോധിച്ചിട്ട് ഒരു പ്രോപ്പർ വേ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്ത് ഡയഗ്നോസിലെത്തി ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകണം, പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് എക്സാമിന് വൈവയ്ക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ. സോ അതൊരു കോമൺ ആയിട്ടുള്ള കേസൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിപ്പോൾ ഒന്ന് പഠിക്കട്ടെ എന്ന് കരുതി. ഞാനിപ്പോൾ ഹോസ്റ്റലിലെ സ്റ്റഡി ഹാളിൽ വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ റൂമിൽ രാവിലെ 6 മണിക്കാണ് ലൈറ്റ്സ് ഓൺ ചെയ്യുക, രാത്രി 11 മണിക്ക് ഓഫ് ചെയ്യും. ഇതങ്ങനെ റൂളൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ റൂമിൽ 4 പേർക്കും 4 ടൈമിലാണ് പഠിക്കാൻ ഇഷ്ടം. സോ ഉറക്കം കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ഞങ്ങൾ തന്നെ എടുത്തൊരു തീരുമാനമാണിത്. സോ ഈ ടൈമിനിടയിൽ അപ്പോൾ ഞങ്ങൾ സ്റ്റഡി ഹാളിൽ വെച്ചിട്ടായിരിക്കും പഠിക്കുക. ഈ സെമിസ്റ്ററിൽ പൊതുവെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരിക്കും പോസ്റ്റിംഗ് ഉണ്ടാവുക. അതിനുശേഷം പിന്നെ തിയറി ക്ലാസ്സും 2 അവർ തിയറി ക്ലാസ്, 2 മണി മുതൽ 4 മണി വരെ 1 അവർ വീതം 2 തിയറി ക്ലാസ് അങ്ങനെ ആയിരിക്കും. അപ്പം രാവിലെ നമ്മൾ ഇപ്പോൾ സർജറി ആയതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ വാർഡിൽ പോയിട്ട്, ഇന്ന് വാർഡ് ഡേ ആണ്, അത് പറഞ്ഞപ്പോഴാണ് വാർഡ് ഡേയ്സ് ഉണ്ട്, OT ഡേയ്സ് ഉണ്ട്, OP ഡേയ്സ് ഉണ്ട്. OT ഉണ്ട്, മേജർ OT ഉണ്ട്, മൈനർ OT ഉണ്ട്. ഇന്ന് വാർഡാണ്. അപ്പോൾ നമ്മൾ വാർഡിൽ പോയിട്ട് കേസ് എടുക്കണം, പേഷ്യൻസിനെ കണ്ടിട്ട് കേസ് എടുത്തിട്ട് എഴുതി എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർ മെത്തേഡ് ഉണ്ട്, അതിനനുസരിച്ച് ചെയ്തിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യണം പ്രൊഫസറിന്. ഇതാണ് NMCH ബ്ലോക്ക്. ഇവിടെയാണ് OP, വാർഡ്, OT ഇതൊക്കെ ഉള്ളത്. വാർഡിൽ പോയിട്ട് ഇന്നൊരു അപ്പൻഡിക്കുലർ മാസ് കേസ് എടുത്തു. ഇത് കഴിഞ്ഞിട്ട് സ്കിൽസ് ലാബിലും പോകാനുണ്ടായിരുന്നു ഇന്ന്. സർജറി പോസ്റ്റിങ്ങിൽ നമുക്ക് സ്കിൽ ലാബ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട്. അതിലായിരിക്കും നമുക്ക് സ്യൂച്ചറിങ്, കത്തീറ്റർ ഇടാൻ, അതുപോലെ തന്നെ നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. നമുക്ക് മാനിക്വിൻ ഉണ്ടായിരിക്കും. ഇന്നത്തെ ടൈമിൽ നമ്മൾ ഡെമോ ചെയ്തിട്ട് പഠിക്കുകയായിരിക്കും ചെയ്യാം. നമ്മൾ ഹൗസ് സർജനായി കഴിയുമ്പോൾ റിയൽ ലൈഫിൽ ഇതെല്ലാം ചെയ്യേണ്ടി വരും. സോ അതിന് മുമ്പായിട്ട് സ്കിൽസ് ഒക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സെഷൻസ് ആണിത്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഈ ഗാർഡനിൽ വന്നിരിക്കും. അവിടെ ഇരുന്ന് ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ തോന്നും 3 വർഷം എത്ര പെട്ടെന്ന് പോയി. 1 മണിയായപ്പോൾ പോസ്റ്റിംഗ് തീർന്നു. ഇനി ലഞ്ച് ബ്രേക്ക് ആണ്. ഇന്നത്തെ ദിവസം ഇതൊക്കെയായിരുന്നു ലഞ്ചിനുണ്ടായിരുന്നത്. ഇനി 2 മണി മുതൽ 4 മണി വരെ തിയറി ക്ലാസ്സസ് ആണ്. ഡോക്ടർ സാജു മെമ്മോറിയൽ ലെക്ചർ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്. തിയറി ക്ലാസ് കഴിഞ്ഞ പാടെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ട് ഇനി പഠിക്കാതിരിക്കുകയാണ്. ബ്രസ്റ്റ് ഡിസീസസിനെ പറ്റിയാണ് ഇപ്പോൾ പഠിച്ചത്. സർജറി OP-യിൽ കുറേ ബ്രസ്റ്റ് ഡിസീസസ് കേസുകൾ കാണാറുണ്ട്. ബ്രസ്റ്റിൽ പെയിൻ ആയിട്ട്, നിപ്പിൾ ഡിസ്ചാർജ് ആയിട്ട്, ബ്രസ്റ്റിൽ മുഴ പോലെ അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മിക്ക ആളുകളും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിൻ്റെയൊക്കെ തുടക്കം നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. വെറും 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ടു സേവ് എ ലൈഫ്. സോ 2 പാർട്ടായിട്ട് പറയാം. ഒന്ന് ദ ലുക്ക് ആൻഡ് ദെൻ ദ ടച്ച്. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാന്നാണ് പറയാം. അതായത് നമ്മൾ കണ്ണാടിൻ്റെ മുന്നിൽ അൺഡ്രസ് ചെയ്തിട്ട് നമ്മളെ ബ്രസ്റ്റിൻ്റെ 2 ബ്രസ്റ്റിൻ്റെയും സൈസ്, ഷേപ്പ് ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ, തൊലിപ്പുറത്ത് വ്രണങ്ങളോ അല്ലെങ്കിൽ കളർ വ്യത്യാസങ്ങളോ, ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിക്കാണാം. സോ അടുത്തതായിട്ട് നമ്മൾ ഹിപ്പിൽ കൈകൾ രണ്ടും വെച്ചിട്ട് മുന്നോട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, 2 നിപ്പിളിൻ്റെയും പൊസിഷനും കാര്യങ്ങളും, ഉള്ളിലേക്ക് വലിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കണം. അടുത്തത് ദ ടച്ച് എന്ന് വെച്ചാൽ പാൽപേറ്റ് ചെയ്യാന്നാണ് പറയാം. നമ്മൾ എക്സാമിൻ ചെയ്യുക ഈ 4 വിരലുകൾ വെച്ചിട്ട് കുത്തല്ല ചെയ്യുക, ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് പുറം ഭാഗത്തുനിന്ന് മുതൽ ഉള്ളിൽ വരെ ഇങ്ങനെ നിപ്പിൾ ഏരിയോള കോംപ്ലക്സ് അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, പാൽപേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. സോ 3 റീജിയൻസിലാണ് നോക്കേണ്ടത്. ഒന്ന് നമ്മുടെ ബ്രസ്റ്റ്, രണ്ടാമത്തെ നമ്മുടെ കക്ഷം ആക്സിലറി റീജിയൻ എന്നാണ് പറയുക, പിന്നെ നമ്മുടെ കോളർ ബോൺസ്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം, നമ്മൾ നിപ്പിൾ എന്ത് ചെയ്യുക, സ്ക്വീസ് ചെയ്യുക അല്ലെങ്കിൽ പ്രസ് ചെയ്ത് നോക്കുക. അതിന് എന്തെങ്കിലും ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴുപ്പോ ചിലോ കാര്യങ്ങളോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നോട്ടീസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ബ്രസ്റ്റിൽ അസ്വാഭാവികത ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറിൻ്റെ സഹായം തേടാൻ മറക്കരുത്. ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങളൊരു ആനിമേഷൻ മൂവിയൊക്കെ കണ്ടിരുന്നു.
ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്നിനും സമയമേ കിട്ടൂല, ഒരുപാടധികം പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനേ തോന്നാത്ത കുറേ ദിവസങ്ങളുണ്ടാവും. എന്തൊക്കെയായാലും ഫൈനൽ ഇയറിലെ സ്റ്റഡി പ്രഷേഴ്സിൻ്റെ ഇടയിലും സ്പോർട്സിനും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ടൈം കണ്ടെത്തുമ്പോൾ എനിക്കിതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സ്വയം തോന്നുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്.